സുൽത്താനെ, ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവില്ല. മുതലാളി എവിടെ പോണ്? ഒരു വഴിക്ക് പോവാ. ഈ തൽക്കാലം ഇപ്പോ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറും. മുതലാളി കൂടെ പോയ ഒരു സുഖം. മുതലാളി വേറെ വണ്ടിയിൽ പോയി പെട്ടില്ല. തൽക്കാലം ഒരു വണ്ടി കയറാ. അല്ല മുതലാളിക്ക് എന്താ പറ്റി? കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കാം. എന്തോ പറ്റിയുണ്ടല്ലോ, എന്നോട് പറയും മുതലാളി. എടാ സുൽത്താനെ, ഒരു കുഴപ്പമില്ല, അതെന്റെ തോന്നലാ. എന്നാലും എന്തോ ഉണ്ട് മുതലാളി, എന്തോ എന്നോട് മറക്കുന്നുണ്ട്. നീ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഒരു പ്രശ്നമില്ലടാ. കുറെ കാലായാലും മുതലാളിയുടെ കൂടെ കൂടിയിട്ട് എന്താ എന്നോട് പറഞ്ഞൂടെ? സുൽത്താനെ, ഒരു പ്രശ്നം. എനിക്കൊരു ചെറിയ ഓപ്പറേഷൻ. എന്താ മുതലാളി? അപ്പൊ അതിന് പൈസയുടെ ചെലവുണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാ ഈ വണ്ടി വണ്ടി വിൽക്കേ? എന്താ മുതലാളി പറഞ്ഞു? എത്ര കാലായി മുതലാളിയിൽ വണ്ടി? പക്ഷെ അത് വിൽക്കല്ലാണ്ട് നിവൃത്തിയില്ലടാ. എന്ത് പറ്റി മുതലാളിക്ക്? എന്താ പറ്റി മുതലാളി? സുൽത്താനെ, നീ പള്ളി പോടാ. ഞാൻ പോയി. എന്നാ ഞാനൊന്ന് പള്ളി പോയിട്ട് വരാം. ഇവിടെ കുത്തിരിക്കും. ഹലോ എടാ, ഞാൻ ആ വണ്ടി എടുത്തു. അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവര് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇല്ല വണ്ടർ മോഹൻലാലിനായിട്ട് ഡയറക്റ്റ് നമ്മള് പരിചയമില്ല. ഒരു ഏജന്റ് മുഖാന്തരമാണ് നമ്മള് ചെയ്തിട്ടുള്ളത്. അപ്പൊ വീട്ടിലേക്ക് വരണ്ട, വണ്ടി ഇവിടെ ഒരു സൈറ്റിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സൈറ്റിൽ പോയിട്ട് എടുക്കാനുള്ള പരിപാടിയിൽ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. ഫണ്ട് അത് ബാങ്കാണ്, ഡയറക്റ്റ് അടിച്ചാണ്. നമ്മളെ ഏജന്റിനായിട്ടാണ് മോഹൻലാൽ. 2796. ഇതാണല്ലോ വണ്ടി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ. മുതലാളി പെട്ടെന്ന് വണ്ടി വിറ്റതാണ്. ഞാൻ പോലും അറിഞ്ഞില്ല. മുതലാളിക്ക് എന്ത് പെട്ടെന്ന് വൈകായക വന്നു പറഞ്ഞിട്ട് ഞാൻ ക്ലീനറാ. കുറെ കാലമായി മൂപ്പരോട് കൂടിയിട്ടേ. അപ്പൊ മൂപ്പര് വണ്ടി കൊടുത്തു പറഞ്ഞു. മൂപ്പര് ഒരു ഓപ്പറേഷൻ വേണം പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലത് കൊടുത്തത്. ഭയങ്കര വിഷമായി. ഇപ്പൊ ഞാൻ എനിക്ക് പണിയില്ലാണ്ടായിപ്പോയി. വണ്ടി കൊടുത്തു പറഞ്ഞു. നിങ്ങളെ വണ്ടി എടുത്തിക്കണല്ലേ? അതാ മുതലാളി വരുന്നു. ഇതാ മുതലാളി, എന്റെ ആശാനാണല്ലോ. ആശാനെ, അയ്യോ, ഞാൻ വണ്ടി കൊടുക്കാണ്ട് പറഞ്ഞിട്ട്. അല്ലടാ, പോയി കണക്ക് വണ്ടി കച്ചവടമായോ? എന്നോട് കച്ചവടം ചെയ്ത് വേറെ ആളാലോ. ഏജന്റ് അങ്ങനെ എന്തോന്ന് പറഞ്ഞത്. നമ്മളെ വണ്ടി ഇന്ന സൈറ്റിലുണ്ട്, വണ്ടിക്ക് ലൊക്കേഷൻ അയച്ചു. ഞാൻ പോന്നു. ഇത് ആശാന്റെ ആണോ അല്ലെങ്കിൽ ആശാന്റെ യാതൊരു വിവരവും ഇല്ല കുറച്ചായിട്ട്. അപ്പൊ ആശാന്റെ വണ്ടിയാണ് എന്നുള്ള ഒരു ഐഡിയ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. വണ്ടിയൊക്കെ നോക്കില്ലേ? വണ്ടി നമ്മള് കണ്ടു, നോക്കി. ഇനിയിപ്പോ അറിയോ എത്ര കാലായി എന്റെ കയ്യില്? അതേ, നമ്മള് പൈസയുടെ ഇടപാടൊക്കെ കഴിഞ്ഞതാ. എന്നാ ചാവി. ആശാനെ, ഞാനിപ്പോ ഈ ചാവിയായിട്ട് ഈ വണ്ടി എടുത്ത് പോയാല് അത് ആശാനെ കൊന്നിട്ട് പോണ പോലെ. അതെന്താടാ? ഞാനൊക്കെ അറിഞ്ഞ ആശാനെ. ആശാന്റെ ക്ലീനർ കണ്ടപ്പോഴാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ വണ്ടറെ ഫുൾ പേയ്മെന്റ് ഞാൻ ഏജന്റായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വിറ്റിട്ട് വേണ്ട ആശാന്റെ കാര്യങ്ങൾ നടക്കും. ആശാന് ആ പേയ്മെന്റ് കൊണ്ട് ആശാന്റെ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് തികഞ്ഞില്ലെങ്കിൽ ഞാനുണ്ട്. ഞാൻ പഴയ ആശാന്റെ ശിഷ്യനായിട്ട് ആ വളയം പിടിക്കാൻ പഠിപ്പിച്ചെന്ന് ആ ശിഷ്യന് തന്നെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ആശാൻ ഇപ്പോൾ ഇതുകൊണ്ട് ആശാന്റെ കാര്യങ്ങൾ നടക്കും. അല്ലാണ്ട് നമ്മുടെ ഈ വണ്ടി വിറ്റിട്ട് വേണ്ട ആശാന്റെ കാര്യങ്ങൾ നടക്കും. ഈ എന്റെ ശിഷ്യനല്ലടാ, ഈ എന്റെ മകനാ.